പ്രിയപ്പെട്ട കൂട്ടുകാരെ, അക്ഷരപൂജയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് മാധവിക്കുട്ടിയുടെ ഒരു കഥയാണ്. കഥയുടെ പേര് എന്നെന്നും താര എന്നാണ്. നമുക്ക് കഥ വായിക്കാല്ലേ? എന്നെന്നും താര. ഞാൻ ഹരിയുടെ സ്നേഹിതയായി കഴിഞ്ഞപ്പോൾ അയാൾ എൻ്റെ ജീവിതാനുഭവങ്ങളെപ്പറ്റി കുംഭസാരം എന്നോട് താൻ കാണിക്കുന്ന ഒരു ഔദാര്യമാണെന്ന നാട്യത്തിലാണ് അയാൾ പെരുമാറിയത്. എനിക്ക് അത്തരം രഹസ്യങ്ങൾ കേൾക്കുവാൻ ആഗ്രഹമുണ്ടായിരുന്നില്ല. ഞാൻ അയാളുടെ കാമുകിയോ ഭാര്യയോ ആയിത്തീരുവാൻ കൊതിച്ചിരുന്നുമില്ല. എന്തും സാവധാനത്തിൽ മാത്രം ചെയ്തു തീർക്കുവാനായിരുന്നു അയാൾക്ക് താല്പര്യം. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുവാൻ തന്നെ ഏകദേശം 1 മണിക്കൂർ അയാൾ ചെലവഴിച്ചു. ഹോട്ടലുകളിൽ ചെന്ന് തൻ്റെ കൂടെ ഞായറാഴ്ച ഭക്ഷണം കഴിക്കുവാൻ അയാൾ എന്നെ ക്ഷണിക്കാറുണ്ടായിരുന്നു. സഹപ്രവർത്തകരിൽ മറ്റൊരു സ്ത്രീയെയും അയാൾ ക്ഷണിച്ചതുമില്ല. അയാൾ എന്നെ മാത്രം ക്ഷണിച്ച് എനിക്ക് ഭക്ഷണം തരുവാൻ മാത്രം താല്പര്യം പ്രകടിപ്പിച്ചതുകൊണ്ട് എൻ്റെ സഹപ്രവർത്തകർ എന്നെ പലപ്പോഴും കളിയാക്കിക്കൊണ്ടിരുന്നു. ഹരിയുടെ ലക്ഷ്യം വിവാഹമാണെന്ന് അവരിൽ ചിലർ പറഞ്ഞു. ഉഷ ഡൽഹി നഗരത്തിൽ ജനിച്ചു വളർന്നവളാണ്. അതുകൊണ്ടാണ് ഹരി ഉഷയെ മാത്രം കൊണ്ടു നടക്കുന്നത്. ഞങ്ങളൊക്കെ വെറും ഗ്രാമീണർ. ഗ്രാമങ്ങളിൽ ജനിച്ചു വളർന്ന ഉന്നത വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട് മാത്രം തിരുവനന്തപുരത്ത് ഉദ്യോഗവുമായി കഴിയുന്നവർ, രുക്മിണി ഒരിക്കൽ പറഞ്ഞു. ഒരു പ്രത്യേക നാഗരികത്വമൊന്നും ഹരിയിൽ കാണാനില്ല. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഹരി തിരുവനന്തപുരത്ത് ജനിച്ച് തിരുവനന്തപുരത്ത് തന്നെ വിദ്യാഭ്യാസം സ്വീകരിച്ച് താൻ തന്നെ പ്ലാൻ കൊടുത്ത് കെട്ടി ഉയർത്തിയ വീട്ടിൽ താമസിക്കുന്ന ഒരവിവാഹിതനായിരുന്നു. അതുകൊണ്ടാവാം അയാളോട് സംസാരിക്കുവാൻ എൻ്റെ സഹപ്രവർത്തകരായ അവിവാഹിതർക്ക് താല്പര്യമുണ്ടായത്. മദ്യപാനമോ ധൂമപാനമോ ശീലിച്ചിട്ടില്ലാത്തവൻ, ദൂർത്തടിക്കാതെ മാസാമാസം കാനറ ബാങ്കിൽ പണം നിക്ഷേപിക്കുന്നവൻ, സ്ത്രീധനവും കാറും മറ്റും സമ്മാനിച്ച് ഹരിയെ ജാമാതാവാക്കി മാറ്റുവാൻ സമ്പന്നരായ നായന്മാർ മുന്നോട്ട് വന്നിരിക്കുന്നു. എന്നിട്ടും അയാൾ വിവാഹത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി സ്വതന്ത്രനായി ജീവിച്ചു. ഒരിക്കൽ അയാൾ എന്നെ ഒരു സ്റ്റാർ ഹോട്ടലിൻ്റെ ഭക്ഷണശാലയിലേക്ക് ഉച്ചഭക്ഷണത്തിന് കൊണ്ടുപോയി. ഇവിടെ ഭക്ഷണം വിളമ്പി കിട്ടുവാൻ താമസം വരും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഉഷയെ ഇങ്ങോട്ട് കൊണ്ടുവന്നതും. കുറേ നേരം അന്യോന്യം സംസാരിച്ചു പരിചയപ്പെടാമെന്നു കരുതി. ഹരി എനിക്ക് വേണ്ടി ഒരു കസേര പിന്നോക്കം വലിച്ചുകൊണ്ട് പറഞ്ഞു. ഇവിടെ ആരുമില്ലല്ലോ, ഇവിടെ കച്ചവടം മോശമായിരിക്കണം. ഞാൻ ഒഴിഞ്ഞ മേശകൾ നോക്കിക്കൊണ്ടു പറഞ്ഞു. നല്ല കച്ചവടം നടക്കുന്ന സ്ഥലങ്ങളിൽ പോയാൽ നമുക്ക് സംസാരിക്കുവാൻ സാധിക്കുകയില്ല. എനിക്ക് ഉഷയോട് കാര്യമായി ചിലതൊക്കെ പറയാനുണ്ട്, ഹരി പറഞ്ഞു. വിവാഹ അഭ്യർത്ഥനയാണെങ്കിൽ അത് ഞാൻ നിരസിക്കും, തീർച്ചയാണ്. എനിക്ക് ഹരിയെപ്പോലുള്ള ഒരാളെ എൻ്റെ ഭർത്താവായി സങ്കല്പിക്കുവാൻ കൂടി സാധ്യമല്ല, ഞാൻ പറഞ്ഞു. എന്നോട് ഇതാണ് മനോഭാവമെങ്കിൽ എന്തിന് എൻ്റെ കൂടെ സിനിമ കാണുവാനും ഭക്ഷണം കഴിക്കുവാനും വന്നു? ഹരി ചോദിച്ചു. അയാളുടെ ചുണ്ടുകൾ വിളർത്തു. കോപം അയാളുടെ മുഖത്തുള്ള മാംസപേശികളെ മരവിപ്പിക്കുന്നതായി എനിക്ക് തോന്നി. ഞാൻ തിരുവനന്തപുരത്ത് വളർന്നവളല്ല, ഒരു മഹാനഗരത്തിൽ വളർന്നവളാണ്. ഞാൻ ഒരാളുടെ കൂടെ സിനിമയ്ക്ക് പോയാലോ ഭക്ഷണം കഴിച്ചാലോ ഞാൻ എന്നെ തന്നെ തീരെഴുതി കൊടുക്കണമെന്ന് എനിക്ക് വിശ്വാസമില്ല, ഞാൻ പറഞ്ഞു. ഹരി മേശമേൽ വെച്ച പൂക്കളിൽ വിരലുകൾ ഓടിച്ചു കൊണ്ടിരുന്നു. അയാൾ അസ്വസ്ഥനായി കാണപ്പെട്ടു. എന്നാൽ ഞാൻ ഉഷയെ വീട്ടിൽ കൊണ്ടുപോയാക്കാം. ഉഷയ്ക്ക് എന്നോട് ഇത്ര കണ്ട് വിരോധമുണ്ടെങ്കിൽ ഞാൻ ഉഷയുടെ സമയം പാഴാക്കുന്നത് ശരിയല്ല, അയാൾ പറഞ്ഞു. ഞാൻ പൊട്ടിച്ചിരിച്ചു. താലി കെട്ടി ഹരിയുടെ വീട്ടിലേക്ക് വരാൻ താല്പര്യമില്ലെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. നമ്മുടെ മൈത്രി ബന്ധം ഈ ദിവസത്തോടെ അവസാനിപ്പിക്കണമെന്ന് ഞാൻ സൂചിപ്പിച്ചില്ല, ഞാൻ പറഞ്ഞു. ഹരി വീണ്ടും കസേരയിലിരുന്നു. സോറി ഉഷ, ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി, ക്ഷമിക്കണം. നിരാശ കൊണ്ട് കയ്പുള്ള വാക്കുകൾ പറഞ്ഞുപോയി. ഞാൻ ഉഷയെ എൻ്റെ പ്രതിശ്രുത വധുവായി കണ്ടു തുടങ്ങിയിട്ട് 1.5 വർഷം കഴിഞ്ഞു. ഉഷയെപ്പറ്റി ഞാൻ എൻ്റെ അമ്മയോട് സഹോദരനോട് സംസാരിച്ചിട്ടുണ്ട്. നാം തമ്മിലുള്ള ജാതി വ്യത്യാസം തങ്ങൾ സാരമാക്കുകയില്ലെന്ന് അവർ പറഞ്ഞിട്ടുമുണ്ട്. താരയെ ഭാര്യയായി കിട്ടാത്തതിൻ്റെ ദുഃഖം തീർന്നത് ഉഷയെ കണ്ടുമുട്ടിയതിനു ശേഷമാണ്, ഹരി പറഞ്ഞു.
ഞാൻ എൻ്റെ മനോഭാവത്തിന് വിശദീകരണങ്ങൾ കൊടുക്കുവാൻ മെനക്കെട്ടില്ല. വാസ്തവത്തിൽ താരയുമായി തനിക്കുണ്ടായിരുന്ന പ്രേമബന്ധത്തെപ്പറ്റി എന്നോട് പറഞ്ഞതായിരുന്നു അയാൾ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട തെറ്റ്. മുറപ്പെണ്ണായ താരയുമൊത്ത് സ്കൂളിലും പിന്നീട് കോളേജിലും പോയത്, അവളൊത്ത് യുവജനോത്സവങ്ങളിൽ പാടിയും ആടിയും പങ്കെടുത്തത്, ഒടുവിൽ അമേരിക്കയിൽ നിന്ന് വന്ന മലയാളി ശാസ്ത്രജ്ഞനെ വിവാഹം ചെയ്യുവാൻ അവൾ നിർബന്ധിതയായപ്പോൾ തനിക്ക് ആത്മഹത്യ ചെയ്യുവാൻ ആഗ്രഹം വന്നത് മുതലായ സംഭവങ്ങളെ അയാൾ തനിക്ക് വിവരിച്ചു തന്നിരുന്നു. താരയുടെ അനന്യസാധാരണമായ മെയ്യഴകിനെ പറ്റി അയാൾ വിവരിക്കുമ്പോൾ തനിക്ക് വെറുപ്പാണ് അനുഭവപ്പെട്ടത്. അത്ര കണ്ട് സുന്ദരിയായ കാമുകിയെ തന്നിലും സമ്പന്നനെങ്കിലും വിരൂപിയായ ഒരുത്തനും കുടുംബക്കാർ വധുവായി കൊടുത്തപ്പോൾ എന്തുകൊണ്ട് അയാൾ വേണ്ടത്ര പ്രതിഷേധിച്ചില്ല? അവളുടെ സ്പർശം മറക്കുവാൻ തൻ്റെ കരവലയത്തിന് 2-3 വർഷങ്ങൾ വേണ്ടി വന്നുവെന്ന് അയാൾ എന്നോട് ഒരിക്കൽ പറഞ്ഞു. അന്നാണ് ഞാൻ തീരുമാനിച്ചത്, ഹരിയെ ഒരിക്കലും സ്വന്തം ഭർത്താവായി സ്വീകരിക്കില്ല എന്ന്. ഞാൻ അയാളുടെ ആശ്ലേഷത്തിൽ കിടക്കുമ്പോഴും അയാൾ താരയെ മാത്രം ഓർത്തുകൊണ്ടിരിക്കും. നിശബ്ദമായെങ്കിലും എന്നെ ഒരു താരതമ്യ പഠനത്തിന് വിധേയയാക്കുകയും ചെയ്യും. പനിനീർപ്പൂവിൻ്റെ ദളം പോലെ മൃദുലമാണ് താരയുടെ തൊലിയെന്ന് ഒരു ദിവസം ഹരി പറഞ്ഞു. ആ നിമിഷത്തിൽ ഞാൻ സ്വന്തം കവിളുകളും കൈത്തണ്ടയും തടവി. ഇല്ല, എൻ്റെ തൊലിക്ക് പൂവിൻ്റെ മാർദ്ദവും ഒരിക്കലും കൈവരികയില്ല, തീർച്ച. ഭക്ഷണം പകുതിയും കഴിച്ചു തീർത്തപ്പോൾ ഹരി പറഞ്ഞു, താര അമേരിക്കയിൽ നിന്ന് 1 മാസത്തെ അവധിക്ക് വരുന്നുണ്ട്. കൂടെ അവളുടെ ഭർത്താവ് രാമൻകുട്ടിയും. താരയുടെ അച്ഛൻ്റെ മരണപത്രം വായിച്ച് സ്വത്ത് വേർതിരിച്ചു വയ്ക്കുവാനായിരിക്കണം അവരുടെ വരവ്. രണ്ടാനമ്മയെ താരയ്ക്ക് വിശ്വാസമില്ല. നിങ്ങൾക്ക് അവളെ 5 കൊല്ലത്തിന് ശേഷം വീണ്ടും കാണാമല്ലോ. നിങ്ങളുടെ സന്തോഷത്തിൽ ഞാനും പങ്കുകൊള്ളുന്നു. ഞാൻ പറഞ്ഞു. എനിക്ക് അവളോടുണ്ടായിരുന്ന ആരാധനാഭാവവും വാത്സല്യവും എന്നേ പമ്പ കടന്നു. അവൾ സ്വാർത്ഥശീലയായിരുന്നു. അല്ലെങ്കിൽ എന്നോട് ചെയ്ത ശപഥങ്ങൾ വിസ്മരിച്ച് ധനികന്റെ കൂടെ പോകുമായിരുന്നോ? അവൾ അമേരിക്കയിൽ പോയതിനു ശേഷം 5-6 കത്തുകൾ മാത്രം തൻ്റെ അച്ഛന് എഴുതി. പിന്നീട് കത്തോ ഫോൺ കോളോ ഉണ്ടായില്ല. അച്ഛൻ്റെ രോഗവാർത്ത അറിഞ്ഞിട്ടും അവൾ എഴുതിയില്ല. ഇപ്പോൾ തൻ്റെ ഓഹരി വീതിച്ചെടുക്കാൻ മാത്രമായി വരികയാണ്, ഹരി പറഞ്ഞു. വിവാഹം കഴിഞ്ഞാൽ മിക്ക സ്ത്രീകളും ഭർത്താക്കന്മാരുടെ സ്വാധീന വലയത്തിൽ അകപ്പെടും. ഭർത്താക്കന്മാരെ അനുസരിച്ചുകൊണ്ടേ അവർക്ക് ജീവിക്കാനാവൂ, ഞാൻ പറഞ്ഞു. ഉഷയ്ക്ക് താരയെ മനസ്സിലായിട്ടില്ല. അവൾ അനുസരണശീലമുള്ളവളല്ല. അവളുടെ ബാല്യത്തിൽ തന്നെ അമ്മ മരിച്ചു. രണ്ടാനമ്മ അവളെ വേണ്ടത്ര സ്നേഹിച്ചു. എന്നിട്ടും ആ സ്ത്രീയെപ്പറ്റി അപവാദങ്ങൾ പരത്തുവാനും അയൽക്കാരിൽ നിന്ന് താൻ അർഹിക്കാത്ത അനുകമ്പ നേടിയെടുക്കാനും താര തയ്യാറായി. പലപ്പോഴും എനിക്ക് തോന്നി താര എൻ്റെ സ്നേഹം അർഹിക്കുന്നതേയില്ല എന്ന്. എൻ്റെ വിവേകം എന്നോട് ആജ്ഞാപിച്ചു, അവളെ മറക്കുക. അവൾ സംഹാരമൂർത്തിയാണ്. തകർക്കാൻ മാത്രമേ അവൾക്ക് കഴിവുള്ളൂ. പക്ഷെ അവളുടെ വിശാല നേത്രങ്ങൾ കാണുമ്പോൾ വിവേകം എന്നെ പാടെ ഉപേക്ഷിച്ചതായി എനിക്ക് തോന്നി. അവളില്ലാതെ ജീവിക്കണമെന്ന് തന്നെ ഞാൻ ഒരു നിമിഷം പോലും ആശിച്ചില്ല, ഹരി പറഞ്ഞു. അവളുടെ സ്വഭാവ രീതികൾ ആകർഷകങ്ങളായി തോന്നിയോ? അതോ ആ വിശാല നേത്രങ്ങളിലും മെയ്യഴകിലും ഒതുങ്ങിയോ അവളുടെ ആകർഷണ ശക്തി? ഞാൻ ഹരിയോട് ചോദിച്ചു. അവളുടെ ആന്തര ജീവിതത്തെപ്പറ്റി പഠിക്കുവാൻ ബാഹ്യ സൗന്ദര്യം ഒരു വിഘ്നമായി നിലനിന്നു. ആ സൗന്ദര്യം കണ്ണും കാതും മെയ്യും കീഴടക്കി. മനസ്സിനെയും മെയ്യിനെയും കടിഞ്ഞാണിട്ട് ഞാൻ അവളുടെ അടുത്തു ചെന്നെത്തുമ്പോൾ അവൾ എൻ്റെ കൈത്തലം തൻ്റേതിലാക്കി തൻ്റെ ശ്വാസത്തിൻ്റെ മണം എൻ്റെ നാസാരന്ധ്രത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് ചോദിച്ചു, ഇന്ന് എന്താണ് ഹരിയേട്ടന് എന്നോട് ഇത്ര അകൽച്ച? അവളുടെ ഉച്ഛ്വാസത്തിന് നനുത്ത പനനൊങ്കിൻ്റെ മണമായിരുന്നു. ഇന്നും പനനൊങ്ക് തിന്നുമ്പോൾ ഞാൻ അവളുടെ അധരങ്ങളെ ഓർത്തു പോകുന്നു, ഹരി പറഞ്ഞു. ഹരി, നിങ്ങൾ ആ ശരീരം ഒരുക്കിയ ചതിക്കുഴിയിൽ നിന്ന് ഇന്നും കയറി രക്ഷപ്പെട്ടിട്ടില്ല, ഞാൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതിൽ നിന്ന് ഉഷ എന്നെ രക്ഷപ്പെടുത്തണം. അവളോടുള്ള അഭിനിവേശം ഒരു കാരാഗാരമാണ്. എനിക്ക് അതിൽ നിന്ന് മോചനം ലഭിച്ചാൽ മാത്രമേ ഒരു സ്വതന്ത്രനെ പോലെ ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയുകയുള്ളൂ. ഇടയ്ക്ക് ലെക്ചർ എടുക്കുമ്പോഴാവും എൻ്റെ സ്മൃതിപഥത്തിൽ അവളുടെ മുഖം പൂർണ്ണചന്ദ്രനെ പോലെ ഉദിച്ചുയരുന്നത്. പിന്നീട് എൻ്റെ നാവ് ചലനരഹിതമായി തീരും. എൻ്റെ തൊണ്ട വരളും. എൻ്റെ കണ്ണുകളിൽ നിന്ന് ക്ലാസ് റൂമും വിദ്യാർത്ഥിനികളും മാഞ്ഞു പോകും.
നീണ്ട ഇമകളുള്ള ആ കണ്ണുകൾ എന്നെ ചുഴിഞ്ഞു നോക്കുന്നതായി എനിക്ക് അനുഭവപ്പെടും. തളിരുകൾ പോലെയുള്ള കൈവല്ലികൾ എൻ്റെ കഴുത്തിൽ ചുറ്റുന്നതായും എനിക്ക് ആ നിമിഷത്തിൽ അനുഭവപ്പെടും. അവളുടെ ഓർമ്മ എൻ്റെ ജീവിതത്തെ തകർക്കുകയാണ്. ഹരി തല കുനിച്ച് മുഖം കൈകളാൽ മറച്ചു. നിങ്ങൾ അവളെ ഇന്നും ജീവനോളം സ്നേഹിക്കുന്നു. മറ്റൊരുത്തിയുമായി നടത്തുന്ന വിവാഹം നിങ്ങളെ ഈ വിധിയിൽ നിന്ന് മോചിതനാക്കുകയില്ല. ആസക്തി തീരും വരെ അവളുടെ സാമീപ്യം അനുഭവിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പൂർണ്ണമോചനം ലഭിക്കുകയുള്ളൂ, ഞാൻ പറഞ്ഞു. ഞാൻ കഴിച്ചിരുന്ന ഐസ്ക്രീമിൽ നിന്ന് ചെറിയ ഫലങ്ങൾ സ്പൂൺ കൊണ്ട് ഓരോന്നായി കോരിയെടുത്ത് ഞാൻ ഹരിയുടെ വായിൽ വെച്ചു കൊടുത്തു. നന്ദി സൂചകമായി അയാൾ എൻ്റെ കൈത്തണ്ടമേൽ തലോടി. ഉഷ എന്നെ സഹായിച്ചാൽ, ഉഷ എൻ്റെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടായാൽ ഞാൻ താരയെ മറക്കുവാൻ പഠിക്കും, അയാൾ പറഞ്ഞു. ഇല്ല ഹരി, നിങ്ങൾക്ക് എന്നെന്നും താര ഉണ്ടായിരിക്കും. നിങ്ങളുടെ മനസ്സിൽ നിന്ന് താരയുടെ രൂപം മാഞ്ഞു പോവുകയില്ല. അവളെ പ്രാപിക്കാത്തത് കൊണ്ടാണ് ഈ ആസക്തി ഇന്നും നിലനിൽക്കുന്നത്. അമേരിക്കയിലോ സ്വീഡനിലോ മറ്റോ നാം ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ പറയുമായിരുന്നു, നിങ്ങൾ എത്രയും വേഗം അവളെ പ്രാപിക്കണമെന്ന്. ആശ തീർത്തു കിട്ടുവാൻ മറ്റൊരു വഴിയുമില്ല. കാമം തന്നെ പ്രാകൃതമാണ്. അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് പ്രാകൃതമായ ഒരു പരിഹാരം മാത്രമേ ഉള്ളൂ. നിങ്ങൾ അവളെ രഹസ്യമായി എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയി അവളോടൊപ്പം ശയിക്കണം, ഞാൻ പറഞ്ഞു. ഹരി ആശ്ചര്യത്തോടെ എന്നെ തുറിച്ചു നോക്കി. ഇത് പാരീസല്ലല്ലോ, തിരുവനന്തപുരമല്ലേ? വിദ്യാഭ്യാസ വൃത്തങ്ങളിൽ ബഹുമാനിക്കപ്പെടുന്നവനാണ് ഞാൻ എങ്ങനെ ഒരു പ്രാകൃതനാകും? അഥവാ ഒരു ബലാത്കാരത്തിന് വേണ്ട ചങ്കൂറ്റം എനിക്ക് സംഭരിക്കുവാൻ കഴിഞ്ഞാൽ തന്നെ ആ നികൃഷ്ട കൃത്യത്തിനു ശേഷം താര എന്നെ വെറുക്കില്ലേ? ഹരി ചോദിച്ചു. ബലാത്കാരം ചെയ്തവനെ സ്നേഹിച്ചു തുടങ്ങിയ സ്ത്രീകളെയും എനിക്ക് പരിചയമുണ്ട്. ബലാത്കാരം മുഖസ്തുതി പോലെയാണ്. ഇരയുടെ സൗന്ദര്യത്തെ പ്രശംസിക്കുകയാണല്ലോ ബലാത്സംഗക്കാരൻ ചെയ്യുന്നത്, ഞാൻ പറഞ്ഞു. ഹരിക്ക് എൻ്റെ വാക്കുകൾ രുചിച്ചില്ല. ഉഷ, നിങ്ങളുടെ യുക്തിവാദങ്ങൾ എനിക്ക് അവിശ്വസനീയങ്ങളാണ്. എൻ്റെ താര ഒരിക്കലും ബലാത്സംഗം ചെയ്തവനെ ക്ഷമിക്കുകയില്ല. അവൾ ശാലീനയാണ്. അവൾ കോവിലിൽ പോയി ചന്ദനക്കുറിയും തൊട്ടു മടങ്ങുന്ന ഉഷ കണ്ടിട്ടില്ല. വിശുദ്ധി ആ മുഖത്തും ശരീരത്തിലും ഒരു തീനാളം പോലെ കത്തു നിന്നിരുന്നു, ഹരി പറഞ്ഞു. വിശുദ്ധി എത്ര പൊള്ളയായ ഒരു പദമാണത്. ആണുങ്ങൾ മാത്രമേ ആ പദം ഉച്ചരിക്കുകയുള്ളൂ, ഞാൻ പെറുപെറുത്തു. ഹരിയുടെ നിർബന്ധം മൂലം ഞാനും താരയെ സ്വീകരിക്കുവാനായി അയാളോടൊപ്പം വിമാനത്താവളത്തിലേക്ക് പോയി. ഹരിയുടെ കൈവിരലുകൾ വിറയ്ക്കുന്നതായി ഞാൻ കണ്ടു. അതുകൊണ്ട് ഞാൻ അയാളെ ഇടത്തോട്ട് ഇരുത്തി സ്വയം കാർ ഡ്രൈവ് ചെയ്തു തുടങ്ങി. ഇത്രയധികം പരിഭ്രമിക്കേണ്ട ആവശ്യമുണ്ടോ, ഞാൻ ഹരിയോട് ചോദിച്ചു. അവൾ മാറിയിരിക്കും, ഒരു പക്ഷേ എന്നെ കണ്ടില്ലെന്നു നടിക്കും. തൻ്റെ ഭർത്താവിൻ്റെ മുമ്പിൽ ഒരു ശീലാവതി ചമയുവാൻ അവൾക്ക് ആഗ്രഹം കാണും, ഹരി പറഞ്ഞു. അവൾ ശീലാവതിയാണല്ലോ. അവൾ ഹരിക്ക് കത്തുകൾ കൂടി എഴുതിയിട്ടില്ല, ഞാൻ പറഞ്ഞു. അതും ശരിയാണ്. അവൾ തന്നെ പാടെ മറന്നു എന്ന് പറഞ്ഞ് അവളുടെ അച്ഛൻ വിതുമ്പുന്നത് ഞാൻ ഒരിക്കൽ കണ്ടു. അവൾ ക്രൂരയായി മാറിയിരിക്കും. അമേരിക്കയിലെ സുഖജീവിതം അവളുടെ സ്വാർത്ഥശീലം വർദ്ധിപ്പിച്ചിരിക്കാം, ഹരി പറഞ്ഞു. കത്തെഴുതുവാൻ അവൾക്ക് സമയം കിട്ടുന്നുണ്ടാവില്ല. അമേരിക്കയിൽ വൃത്യജനങ്ങളെ കിട്ടുകയില്ല. പാചകം ചെയ്യുക, തുണി അലക്കുക, കുഞ്ഞുങ്ങളെ പരിചരിക്കുക, അങ്ങനെ എത്രയെത്ര വേലകൾ അവൾ തനിച്ച് ചെയ്തു തീർക്കുന്നുണ്ടാവണം, ഞാൻ പറഞ്ഞു. ഹരി പെട്ടെന്ന് എൻ്റെ നേർക്ക് തിരിഞ്ഞു. അവൾ പ്രസവിച്ചിട്ടില്ല എന്ന് അമേരിക്കയിൽ നിന്ന് വന്ന ഒരു സ്നേഹിതൻ എന്നോട് പറഞ്ഞു. എങ്ങനെ പ്രസവിക്കും? അവളുടെ ഭർത്താവായ ശാസ്ത്രജ്ഞന് അണുപ്രസരം തട്ടിയിരിക്കണം. ശാസ്ത്രജ്ഞന്മാർക്ക് മക്കൾ ജനിക്കുകയില്ല. അഥവാ അവർ കുഞ്ഞുങ്ങൾ ഉണ്ടായാൽ തന്നെ ജന്മവൈകല്യങ്ങൾ ഉള്ളവരായിരിക്കും, ഹരി പറഞ്ഞു. എന്തോ എനിക്കറിയില്ലേ, ഞാൻ പറഞ്ഞു. പലപ്പോഴും ഞാനും താരയും ഞങ്ങൾക്ക് ജനിക്കുവാൻ പോകുന്ന കുഞ്ഞുങ്ങളെ പറ്റി ദിവാസ്വപ്നം കാണാറുണ്ടായിരുന്നു. ആദ്യത്തെ കുഞ്ഞിന് അപർണ എന്ന് പേരിടാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്നു. അതിസുന്ദരിയായ മകൾ. അവളെയും കൊണ്ട് ഇന്ത്യയിലെ സകല പുണ്യസ്ഥലങ്ങളിലും സന്ദർശിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിച്ചു. അവളെ മൂകാംബിക ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ചോറ് കൊടുക്കണമെന്ന് താര പ്രാർത്ഥിച്ചിരുന്നു, ഹരി പറഞ്ഞു.
വിമാനത്താവളത്തിൽ എത്തിയപ്പോഴേക്കും പ്രതീക്ഷിച്ച വിമാനം വന്നെത്തിക്കഴിഞ്ഞിരുന്നു. ഞങ്ങൾ ചില്ലുകളിൽ കൂടി കസ്റ്റംസുകാരെയും അവരവരുടെ പെട്ടികൾ സങ്കോചത്തോടെ തുറക്കുന്ന യാത്രക്കാരെയും നോക്കിക്കൊണ്ടു നിന്നു. താരയെ കാണുന്നില്ല, ഹരി പിറുപിറുത്തു. ആ സ്ത്രീകളിൽ ആരും താരയല്ല എന്ന് തീർച്ചയുണ്ടോ? അവൾ കാഴ്ചയിൽ മാറിയിരിക്കാം, ഞാൻ പറഞ്ഞു. ഇരുട്ടിലും കൂടി ഞാൻ താരയെ തിരിച്ചറിയും, ഹരി പറഞ്ഞു. ആ നിമിഷത്തിൽ ഞങ്ങൾ രണ്ടുപേരും താരയെ കണ്ടു. അവൾ ഒരു കറുത്ത പട്ടുസാരിയാണ് ധരിച്ചിരുന്നത്. വെണ്ണക്കല്ലുകൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു മനോഹര ശില്പത്തെ അനുസ്മരിപ്പിക്കുന്ന അഴക് അവൾക്കുണ്ടായിരുന്നു. അവളുടെ ചുമലിൽ കൈവച്ച് പെട്ടികൾക്കിടയിലൂടെ അവളെ നയിക്കുന്ന വിരൂപൻ അവളുടെ ഭർത്താവായ രാമൻകുട്ടിയാണെന്ന് ഞാൻ ഊഹിച്ചു. അയാളുടെ ഇച്ഛയ്ക്കനുസരിച്ച് ചലിക്കുന്ന ഒരു പാവയെ പോലെ ആയിരിക്കുന്നു താര, ഞാൻ പറഞ്ഞു. അവൾ വിനയാന്വിതയാണ്, പക്ഷേ കണ്ണടച്ച് മറ്റൊരാളെ അനുസരിക്കുന്നവളല്ല അവൾ. അവളുടെ അനുസരണശീലത്തെ ആർക്കും വിശ്വസിക്കാനാവില്ല, ഹരി പറഞ്ഞു. താരയെ എത്രയോ കാലം കഴിഞ്ഞ് വീണ്ടും കാണുകയായതുകൊണ്ടാവാം ഹരിയുടെ സ്വരം ആവേശം കൊണ്ട് ഇടറിയത്. അയാളുടെ കണ്ണുകൾ ആ പരിചിത രൂപത്തിൽ ഒന്നോ രണ്ടോ നിമിഷം ഒതുങ്ങി നിന്നു. താര തടിച്ചിരിക്കുന്നോ? അമേരിക്കയിൽ താമസിച്ചതിൻ്റെ ഫലമായി കൂടുതൽ വെളുത്തുവോ? ഞാൻ ചോദിച്ചു. ഇല്ല, അവൾക്ക് യാതൊരു മാറ്റവും വന്നിട്ടില്ല. 5 വർഷങ്ങൾക്ക് മുമ്പ് യാത്ര പറഞ്ഞു പോയ താര തന്നെ അതേ രൂപത്തിൽ മടങ്ങിയിരിക്കുന്നു. യാത്രാക്ഷീണം കൂടി അവളിൽ കാണാനില്ല. അവളുടെ മുഖം തിളങ്ങുന്നു, ഹരി താരയിൽ നിന്ന് കണ്ണുകൾ പറിച്ചെടുക്കാതെ പറഞ്ഞു. ഒടുവിൽ അവർ കസ്റ്റംസിൽ നിന്ന് വിമോചിതരായി പുറത്തു കടന്നപ്പോൾ ഹരി രാമൻകുട്ടിയുടെ കൈ പിടിച്ചു കുലുക്കി. രാമൻകുട്ടിക്ക് എന്നെ മനസ്സിലായില്ല. ഓ, ഞാൻ താരയുടെ കസിൻ ഹരിയാണ്. ഇത് എൻ്റെ സഹപ്രവർത്തക പ്രൊഫസർ ഉഷ, ഹരി പറഞ്ഞു. പെട്ടെന്ന് ഹരിയെ മനസ്സിലായില്ല. ഹരി ആകെ മാറിയിരിക്കുന്നു. മുടി നരച്ചു തുടങ്ങിയല്ലോ, രാമൻകുട്ടി പൊട്ടിച്ചിരിച്ചുകൊണ്ട് അഭിപ്രായപ്പെട്ടു. ഞാൻ താരയെ നോക്കി. അവൾക്ക് യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. തൻ്റെ കാതിൽ തൂക്കിയതും വെള്ളികൊണ്ട് നിർമ്മിച്ചതുമായ ലോലാക്കിൽ തൊട്ടുകൊണ്ട് അവൾ പുഞ്ചിരി തൂക്കി. തലകീഴായി വാണ ഒരു ഗോപുരത്തിൻ്റെ ആകൃതിയായിരുന്നു ആ ലോലാക്കിന്. അതിൽ ഒരു ചുവന്ന കല്ല് പതിച്ചിരുന്നു. താര സ്വർണ്ണാഭരണങ്ങൾ പാടെ ഉപേക്ഷിച്ചുവോ? വെള്ളി ലോലാക്കുകൾ ധരിച്ചു കാണുമ്പോൾ ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഇന്ത്യ വിടുന്നതിന് മുമ്പ് സർവാഭരണ വിഭൂഷിതയായി മാത്രം വീട്ടിന് പുറത്തിറങ്ങാറുള്ള താരയാണോ ഒഴിഞ്ഞ കഴുത്തും ഒഴിഞ്ഞ കൈത്തണ്ടകളുമായി വന്നിരിക്കുന്നത്? ഹരി അവളെ ആപാതചൂടം നോക്കിക്കൊണ്ട് ചോദിച്ചു. താര മറുപടി പറഞ്ഞില്ല. അമേരിക്കയിൽ ആരും തന്നെ സ്വർണ്ണാഭരണങ്ങൾ ധരിക്കാറില്ല. താരയുടെ ലോലാക്കുകൾ പ്ലാറ്റിനം കൊണ്ട് ഉണ്ടാക്കിയവയാണ്. വൈരം പതിച്ച സ്വർണ്ണ ലോലാക്കിൻ്റെ 4 ഇരട്ടി വില ഇവയ്ക്കുണ്ട്, രാമൻകുട്ടി പറഞ്ഞു. സഞ്ചയനത്തിന് വന്നെത്തുവാൻ കഴിഞ്ഞില്ല, ടിക്കറ്റ് കിട്ടിയില്ല, അയാൾ തുടർന്നു. താരയുടെ അച്ഛൻ്റെ രോഗവിവരങ്ങളും അവസാന നിമിഷങ്ങളിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകളും ഹരി അവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ താൻ താരയെ നോക്കി. ഇല്ല, അവൾ കരഞ്ഞില്ല. അവളുടെ മുഖത്തിൽ കണ്ട പ്രസന്നത അശേഷം മാഞ്ഞതുമില്ല. അവൾ അച്ഛനെ വേണ്ടത്ര സ്നേഹിച്ചിരുന്നില്ല എന്ന് എനിക്ക് തോന്നി. മരണപത്രം വായിച്ചിട്ടില്ല. വക്കീൽ പറഞ്ഞത് താര വന്നിട്ടാവാം വായന എന്ന്. മുഖ്യാവകാശി താര തന്നെയാണല്ലോ, ഹരി പറഞ്ഞു. താരയുടെ രണ്ടാനമ്മ എന്തു പറഞ്ഞു? വീടും തേയില എസ്റ്റേറ്റും അവർക്ക് വേണമെന്ന് ശഠിക്കുന്നുണ്ടോ? രാമൻകുട്ടി ചോദിച്ചു. വീട്ടിൽ അവർ താമസമാണല്ലോ, ഇറക്കി വിടുവാൻ ആർക്കു കഴിയും? രജിസ്റ്റർ ചെയ്ത കല്യാണമാണ്. വീട് അവർക്ക് കൊടുക്കാതിരിക്കാൻ ഒരു മാർഗവുമില്ല. പിന്നെ എസ്റ്റേറ്റുകൾ, അവ 3/4 ഭാഗവും താരയ്ക്കാണെന്ന് വക്കീൽ പറയുന്നത് കേട്ടു, ഹരി പറഞ്ഞു. ആ രണ്ടാനമ്മയ്ക്ക് ഗർഭമാണെന്ന് കേട്ടു. ഇത് ശരിയാണോ? അവർ വൃദ്ധയല്ലേ? രാമൻകുട്ടി ചോദിച്ചു. വൃദ്ധയല്ല, അവർക്ക് 43 വയസ്സാണ് പ്രായം. ഈ വയസ്സിൽ സ്ത്രീകൾ പ്രസവിച്ചിട്ടുണ്ട്. അവരുടെ കുഞ്ഞിനും സ്വത്തിൽ അവകാശമുണ്ട്. താരയ്ക്ക് കിട്ടുന്ന സ്വത്തിൻ്റെ 1/3 ഭാഗം വരുന്ന വസ്തുക്കൾ ആ കുഞ്ഞിനാണെന്ന് വക്കീൽ എന്നോട് സൂചിപ്പിച്ചു, ഹരി പറഞ്ഞു. താരയുടെ അച്ഛൻ മരിച്ചു. മരിച്ചവരെ പരിഹസിക്കരുത് എന്ന് എനിക്കും അറിയാം. പക്ഷേ 60 കഴിഞ്ഞ ഒരാൾ 2ാം വിവാഹം കഴിച്ച് വീണ്ടും ഒരു കുഞ്ഞിൻ്റെ അച്ഛനാവുന്നതിനെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് ഛർദ്ദിക്കാൻ തോന്നുന്നു. കാമത്തിന് ഒരതിരില്ലേ? രാമൻകുട്ടി ചോദിച്ചു. താര അപ്പോഴും ശബ്ദിച്ചില്ല. അച്ഛനെ വിമർശിക്കുമ്പോൾ രാമൻകുട്ടിയെ ആ വിഷയത്തിൽ നിന്ന് അകറ്റുവാൻ അവൾ ശ്രമിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അവൾ കാറിൻ്റെ പിൻസീറ്റിൽ ചാരിക്കിടന്നു.
തൻ്റെ ഇടത്തെ കാതിൽ തൂങ്ങുന്ന കർണാഭരണം തൊട്ടു തടവി. പുറത്ത് വരിവരിയായി സ്ഥിതി ചെയ്യുന്ന കടകളിൽ പ്രദർശിപ്പിച്ച മധുര നാരങ്ങകളും പഴക്കുലകളും അവളുടെ കൃഷ്ണമണികളിൽ പ്രതിഫലിച്ചു. ആ കണ്ണുകൾക്ക് അസാമാന്യമായ വലുപ്പവും തിളക്കവും ഉണ്ടായിരുന്നു. അവൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുവോ എന്ന് ഞാൻ ആ നിമിഷത്തിൽ സംശയിച്ചു പോയി. താരയെയും ഭർത്താവിനെയും വീട്ടിലാക്കി എന്നോടൊപ്പം ഒരു ഹോട്ടലിൽ പോയി അത്താഴം കഴിക്കാമെന്നായിരുന്നു ഹരി ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ താരയുടെ രണ്ടാനമ്മ ഞങ്ങളെ ഊണ് കഴിക്കാതെ യാത്ര പറഞ്ഞു പോവാൻ അനുവദിച്ചില്ല. പ്രസവം അടുത്തിരുന്നതിനാലാവാം ആ സ്ത്രീ വിളർത്തും തടിച്ചും കാണപ്പെട്ടു. അവർ താരയെ സ്വാഗതം ചെയ്യുവാൻ മുന്നോട്ടു നീങ്ങിയപ്പോൾ യാതൊരു ഭാവഭേദവും കൂടാതെ തന്നെ താര അവരുടെ ആശ്ലേഷത്തിൽ ഒതുങ്ങി. അവൾക്ക് തൻ്റെ രണ്ടാനമ്മയോട് തോന്നിയിരുന്ന അവജ്ഞയെപ്പറ്റി ഹരി എന്നോട് പലപ്പോഴും പറഞ്ഞു തന്നിരുന്നു. ആ അവജ്ഞ അവളുടെ മുഖത്ത് പ്രത്യക്ഷപ്പെട്ടില്ല. എൻ്റെ കണ്ണുകൾ ഹരിയുടെ കണ്ണുകളോട് ഇടഞ്ഞു. താരയുടെ ചുമലിൽ തല വെച്ചുകൊണ്ട് അവളുടെ രണ്ടാനമ്മ തേങ്ങിക്കരഞ്ഞു. തൻ്റെ ഭർത്താവിൻ്റെ മരണം തീരെ അപ്രതീക്ഷിതമായിരുന്നു എന്ന് ആ സ്ത്രീ പറഞ്ഞു. തൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ആൺകുഞ്ഞായിരിക്കുമെന്ന് അദ്ദേഹം പല തവണയും പറഞ്ഞു അത്രേ. എൻ്റെ കുഞ്ഞിൻ്റെ മുഖം ഒരിക്കൽ കാണാൻ വേണ്ടിയെങ്കിലും അദ്ദേഹം നിന്നില്ല. ആ സ്ത്രീ ഗദ്ഗതത്തോടെ പറഞ്ഞു. ആ കുഞ്ഞു പിറന്നാൽ ഏകാന്തതയ്ക്കും ദുഃഖത്തിനും ശമനമുണ്ടാകുമെന്ന് ഹരി പറഞ്ഞു. ഹരിയുടെ വാക്കുകൾ ആ ഗർഭിണിയെ വീണ്ടും കരയിപ്പിച്ചു. താരയും രാമൻകുട്ടിയും തങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരുന്ന കിടപ്പുമുറിയിലേക്ക് വസ്ത്രം മാറാൻ പോയി കഴിഞ്ഞപ്പോൾ ഞാനും ഹരിയും മേശക്കരികെ ഇരുന്നുകൊണ്ട് ഓരോ ഗ്ലാസ് മോര് കുടിച്ചു. എന്നാണ് നിങ്ങളുടെ കല്യാണം? ഇങ്ങനെ നടന്നു തുടങ്ങിയിട്ട് കുറേ കാലമായല്ലോ, താരയുടെ അമ്മ ചോദിച്ചു. അമ്മായി ഇത്തരം ചോദ്യങ്ങൾ ഉഷയോട് ചോദിക്കുക. ഉഷയുടെ തീരുമാനം കാത്ത് ജീവിക്കുകയാണ് ഞാൻ, ഹരി എൻ്റെ നേർക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. എല്ലാ മൈത്രീബന്ധവും കല്യാണത്തിൽ അവസാനിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല, ഞാൻ പറഞ്ഞു. ഇത് യൂറോപ്പോ അമേരിക്കയോ അല്ലെന്ന് ഉഷ മനസ്സിലാക്കണം. ഇത് തിരുവനന്തപുരമാണ്. നിങ്ങൾ രണ്ടുപേരും കൂടി ഇന്ന് സൗത്ത് പാർക്കിൽ പോകുന്നു, ഊണ് കഴിക്കുന്നു, നാളെ കോവളത്ത് പോകുന്നു. ജനങ്ങൾ എന്ത് വിചാരിക്കും? ഇനി ഹരിയെ അല്ലാതെ ഉഷയ്ക്ക് ആരെ ഭർത്താവായി കിട്ടും? ഉഷയെ അല്ലാതെ ഹരിക്കും മറ്റൊരു വധുവിനെ കിട്ടുകയില്ല, താരയുടെ അമ്മ പറഞ്ഞു. ഹരിക്ക് കുറച്ചുകൂടി തണുത്ത മോര് ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ അവരുടെ നേർത്ത സ്വർണവളകൾ കിലുങ്ങി. അവർ വൈദവ്യത്തിന് വിധിക്കപ്പെട്ട വസ്ത്രധാരണ രീതി സ്വീകരിച്ചു കഴിഞ്ഞിരുന്നു. അവരുടെ വെളുത്ത പരുത്തിസാരിയായിരുന്നു വേഷം. നെറ്റിയിൽ തിലകമുണ്ടായിരുന്നില്ല. ശരീരത്തിൽ ഒരു വീശം പൊന്നുകൂടി അണിഞ്ഞിരുന്നില്ല. ഉഷയ്ക്ക് എന്നെപ്പറ്റി ഒരു ഉറച്ച തീരുമാനമെടുക്കുവാൻ കഴിയുന്നില്ല. ഞാനിപ്പോഴും താരയെ തന്നെയാണ് സ്നേഹിക്കുന്നതെന്ന് ഉഷ പറയുന്നു. ഹരി പിറുപിറുത്തു. താരയെ ഹരിക്കു സ്നേഹിക്കാതിരിക്കാൻ സാധ്യമല്ല. അവർ ഒന്നിച്ചു വളർന്നു. താരയ്ക്കു ഹരിയുടെ അനുജത്തിയുടെ സ്ഥാനം എന്നും ഉണ്ടായിരിക്കുമല്ലോ, താരയുടെ അമ്മ പറഞ്ഞു. താരയുടെ അമ്മ ഇപ്പോഴും ജീവിച്ചിരുന്നുവെങ്കിൽ അവൾ എൻ്റെ ഭാര്യയാവുമായിരുന്നു, എൻ്റെ മക്കളുടെ അമ്മയും, ഹരി ഇടർന്ന സ്വരത്തിൽ പറഞ്ഞു. ഹരി എന്നെ തെറ്റിദ്ധരിക്കുകയാണെന്ന് ഞാൻ നിർബന്ധിച്ചത് കൊണ്ടല്ല അവൾ രാമൻകുട്ടിയെ വിവാഹം ചെയ്തത്. അവൾക്ക് അമേരിക്കയിൽ പോവാൻ അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അത് ഹരിക്കും അറിയാമല്ലോ, താരയുടെ രണ്ടാനമ്മ സൗമ്യമായി ചോദിച്ചു. താരയെ മറ്റൊരാൾക്ക് വിവാഹം ചെയ്തു കൊടുത്തത് കൊണ്ട് നിങ്ങൾക്ക് എന്തു ലാഭമുണ്ടായി? അവൾ വീട്ടിലേക്ക് കത്തെഴുതൽ കൂടി നിർത്തി. ഹരി മുരണ്ടു. എനിക്ക് ആ ഭക്ഷണമേശയ്ക്കരികെ ഇരിക്കുവാൻ വയ്യാതായി. കുടുംബരഹസ്യങ്ങൾ അന്യോന്യം കൈമാറുമ്പോൾ ഞാൻ അവിടെ അന്യയായി ഇരിക്കുന്നത് താരയുടെ രണ്ടാനമ്മയ്ക്ക് ഇഷ്ടപ്പെടുകയില്ല എന്ന് ഞാൻ ഊഹിച്ചു. അതുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് നിന്ന് എൻ്റെ സാരിയുടെ ചുളിവുകൾ നിവർത്തി. ഞാൻ പിന്നീട് ഒരിക്കൽ ഇവിടെ ഭക്ഷണം കഴിക്കാം, എനിക്ക് വീട്ടിലെത്തുവാൻ ധൃതിയുണ്ട്, ഞാൻ ഹരിയുടെ അമ്മായിയോട് പറഞ്ഞു. അവർ എന്നെ തടഞ്ഞു നിർത്തുവാൻ ഒരു ശ്രമം നടത്തി. താരയും രാമൻകുട്ടിയും 5 മിനിറ്റിൽ ഇവിടെ വന്നെത്തും. കുളിക്കുവാൻ പോയതാവണം, കുളിച്ചാൽ മാത്രമേ യാത്രാക്ഷീണം മാറുകയുള്ളൂ, അവർ പറഞ്ഞു. ഞാൻ യാത്ര പറഞ്ഞ് വാതിൽ കടന്നു പോയപ്പോൾ ഹരി എന്നെ അനുഗമിച്ചു. അയാളുടെ മുഖം ചുവന്നിരുന്നു. ഞാൻ ഡ്രൈവ് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയാക്കാം, സമയം രാത്രിയായി, ഹരി പറഞ്ഞു. കാറിൽ കയറിയിരുന്നപ്പോൾ അയാൾ എന്നെ ഉറ്റുനോക്കി.
ഉഷയ്ക്ക് എന്നോട് വെറുപ്പ് തോന്നിയിരിക്കണം. അയാൾ പറഞ്ഞു. എന്തിന് വെറുപ്പ് തോന്നിക്കുവാൻ ഹരി എന്ത് കുറ്റം ചെയ്തു? ഞാൻ ചോദിച്ചു. ഞാൻ താരയെപ്പറ്റി സംസാരിച്ചത് ഉഷയ്ക്ക് ഇഷ്ടപ്പെട്ടിരിക്കില്ല. ഞാൻ ഇന്നും താരയെ സ്നേഹിക്കുന്നുവെന്ന് ഉഷയ്ക്ക് തോന്നിയിരിക്കും, ഹരി പറഞ്ഞു. അയാളുടെ വിരലുകൾക്ക് വീണ്ടും ഒരു വിറയൽ ബാധിച്ചു. ഞാൻ ഡ്രൈവ് ചെയ്യണോ? ഞാൻ ചോദിച്ചു. വേണ്ട, ഹരി പറഞ്ഞു. ഹരി തെറ്റിദ്ധരിച്ചിരിക്കുന്നു. നിങ്ങളെ എൻ്റെ സ്വന്തമാക്കുവാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. താരയെ സ്നേഹിക്കുന്ന, എന്നും താരയെ സ്നേഹിക്കുന്ന ഹരിയെ ഞാൻ മിത്രമായി കണക്കാക്കുന്നു. ഏത് ആപൽഘട്ടത്തിലും ഞാൻ നിങ്ങളെ സഹായിക്കുവാൻ സന്നദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്യും. ഹരിയുടെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞൊഴുകി. ഇത്ര ദുർബലനായതിൽ ഞാൻ ലജ്ജിക്കുന്നു. അവളെ വീണ്ടും കാണേണ്ടിയിരുന്നില്ല. മാഞ്ഞുപോയ ഏതോ ചേതോ വികാരം എന്നെ വീണ്ടും അടിമയാക്കി കഴിഞ്ഞു. ശരിയാണ് നീ പറഞ്ഞത്. എനിക്ക് താരയെ മാത്രമേ ഈ വിധത്തിൽ സ്നേഹിക്കുവാൻ കഴിയുകയുള്ളൂ. അവളും ഞാനും തമ്മിലുള്ള ബന്ധം ബാല്യകാലത്തിൽ തുടങ്ങിയതാണ്. അവളുടെ വിയർപ്പിൻ്റെ മണം എൻ്റെ ശരീരത്തിൽ നിന്നും നീങ്ങുകയില്ല. ഞങ്ങൾ ഒന്നിച്ച് മല്ലിട്ട് നീന്തി മണ്ണിൽ കിടന്ന് ഉരുണ്ട്. അവൾ ആദ്യമായി ഋതുമതിയായപ്പോൾ ആ വിവരം എൻ്റെ കാതിൽ മന്ത്രിച്ചു. അവളെ പൊട്ടുതൊടുവിച്ചതും അവളുടെ മുടി കോതി കെട്ടിയതും ഞാനാണ്, ഹരി പറഞ്ഞു. കാറ് കവടിയാർ നിരത്തിൻ്റെ ഇടത്തുവശത്ത് നിർത്തി ഞങ്ങൾ കുറേ നേരം നിശബ്ദരായി അന്യോന്യം നോക്കാതെയിരുന്നു. ഐസ്ക്രീം വാങ്ങിക്കൊണ്ട് വരട്ടെ? ഹരി ചോദിച്ചു. ഐസ്ക്രീം വിൽക്കുന്ന സ്ഥലത്ത് 4-5 യുവാക്കൾ നിന്നിരുന്നു. അപരിചിതരെ നേരിടുവാൻ ചില സന്ദർഭങ്ങളിൽ എനിക്ക് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. എനിക്ക് വേഗത്തിൽ വീട്ടിലെത്തണം, ഞാൻ പറഞ്ഞു. മാപ്പ് തരണം, ഞാൻ ഉഷയെ വേദനിപ്പിച്ചു, ഹരി എൻ്റെ വലത്തെ കരം ഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു. ഇല്ല ഹരി, ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഞാൻ കാമുകിയല്ല, വെറും മിത്രമാണ്. ഹരി താരയോടുള്ള അഭിനിവേശം മൂലം നിരാശപ്പെടുമ്പോൾ എനിക്ക് വ്യസനമാണ് അനുഭവപ്പെടുന്നത്. താരയുടെ അച്ഛനും ചിറ്റമ്മയും ഒരു തെറ്റു ചെയ്തു. ഇനി ആ തെറ്റ് തിരുത്തുവാൻ എന്താണ് മാർഗം? രാമൻകുട്ടിയെ ഉപേക്ഷിക്കുവാൻ ഒരുമ്പെടുമോ? ഞാൻ ചോദിച്ചു. 5 വർഷക്കാലത്തിൽ ഒരൊറ്റ കുട്ടി പോലും താരയ്ക്ക് ജനിച്ചില്ല. അവൾക്ക് എന്നും കുഞ്ഞുങ്ങളോട് സ്നേഹമായിരുന്നു. കാലൊടിഞ്ഞ ഒരു തെണ്ടിപ്പട്ടിയെ ഒരിക്കൽ അവൾ പാല് കൊടുത്തും കുളിപ്പിച്ചും പരിചരിച്ചു. ഞാൻ അതെല്ലാം അഭിമാനത്തോടെ നോക്കി നിന്നിട്ടുണ്ട്. തീർച്ചയായും അവൾക്ക് അമേരിക്കയിലെ ജീവിതം മടുത്തിരിക്കണം, ഹരി പറഞ്ഞു. അമേരിക്കൻ ജീവിതം അവളുടെ ആരോഗ്യത്തെ ബാധിച്ചിട്ടില്ല. ഇത്ര ആരോഗ്യവതിയായ ഒരു യുവതിയെ ഞാൻ ആദ്യമായാണ് കാണുന്നത്, ഞാൻ പറഞ്ഞു. അവൾ ആരോഗ്യവതിയാണ്. ആ കവിളുകളുടെ ചുവപ്പ് കണ്ടില്ലേ? കണ്ണുകളുടെ തിളക്കം, നടക്കുമ്പോൾ പ്രകടമാകുന്ന തലയെടുപ്പ്. ഓ ഉഷ, എൻ്റെ താര ഒരു രത്നമാണ്. അവൾ എൻ്റെ ഭവനം അലങ്കരിക്കേണ്ടവളാണ്. അവളുടെ ജീവിതം സഫലമാക്കുവാൻ എനിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ, ഹരി പറഞ്ഞു. ഞാൻ ഈ പ്രശ്നത്തെപ്പറ്റി 2-3 ദിവസം ചിന്തിക്കട്ടെ. ഹരിയെ ഏതു വിധത്തിലും സഹായിക്കുവാൻ ഞാൻ തയ്യാറാണ്. താരയോട് സംസാരിച്ച് അവളുടെ മനസ്സു മാറ്റുവാൻ എനിക്ക് കഴിഞ്ഞെങ്കിൽ, ഞാൻ പറഞ്ഞു. ഹരി പുഞ്ചിരി തൂകി. ഹരിയെ ഞാൻ പിന്നീട് കണ്ടത് ഒരാഴ്ച കഴിഞ്ഞാണ്. അയാൾ പതിവ് പോലെ രാവിലെ കോളേജിലേക്ക് ക്ലാസ് എടുക്കുവാൻ വരികയുണ്ടായില്ല. ഫോണിലും യാതൊരു സന്ദേശവും എനിക്ക് ഹരിയിൽ നിന്ന് ലഭിച്ചില്ല. അവഗണിക്കപ്പെടുന്നു എന്ന് അങ്ങനെ ബോധ്യം വന്നപ്പോൾ ഞാൻ വൈകുന്നേരം അയാളുടെ വീട്ടിലേക്ക് കയറി ചെന്നു. അയാൾ വീട്ടിലുണ്ടായിരുന്നില്ല. പാചകക്കാരൻ എന്നെ സൽക്കരിച്ചു, സോഫമേലിരുത്തി. ഗൃഹനാഥയായി ഞാൻ വിദൂരമല്ലാത്ത ഭാവിയിൽ ആ വീട്ടിൽ വന്നെത്തുമെന്ന് അയാൾ പ്രതീക്ഷിക്കുന്നുവെന്ന് ആ പെരുമാറ്റത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി. അമ്മാവൻ്റെ മകളെയും ഭർത്താവിനെയും കൂട്ടി യജമാനൻ രാമേശ്വരത്തേക്ക് പിതൃക്രിയകൾ നടത്തുവാൻ പോയിരിക്കുന്നുവെന്ന് പാചകക്കാരൻ എന്നോട് പറഞ്ഞു. എന്ന് മടങ്ങും? ഞാൻ ചോദിച്ചു. നാളെ വരണം. അമ്മായിക്ക് സഹായത്തിന് ആരുമില്ല, പ്രസവം അടുത്തിരിക്കുന്നു, അയാൾ പറഞ്ഞു. പിറ്റേ ദിവസം ഹരി എൻ്റെ വീട്ടിന് മുമ്പിൽ പുഞ്ചിരിയോടെ പ്രത്യക്ഷപ്പെട്ടു. വെയിൽ തട്ടി കറുത്തിരുന്നുവെങ്കിലും ആ കണ്ണുകളിൽ ആത്മവിശ്വാസം തെളിഞ്ഞു കാണാമായിരുന്നു. താര എന്തു പറഞ്ഞു? താരയെ വീണ്ടും ഹരിക്ക് കിട്ടുമോ? ഞാൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ചോദിച്ചു. താരയെ കീഴടക്കുവാൻ ബുദ്ധിമുട്ടില്ല എന്നു ഞാൻ മനസ്സിലാക്കി.
രാമൻകുട്ടി നടത്തത്തിന് തനിയെ പോയപ്പോൾ ഞാൻ അവളെ ആശ്ലേഷിച്ചു. അനുസരണശീലമായ ഒരു പെൺകുഞ്ഞു പോലെയാണ് അവൾ പെരുമാറിയത്. അവൾ എൻ്റെ മടിയിൽ വളരെ നേരം സംതൃപ്തയായി കിടന്നു. എനിക്ക് ഇത് ഒരു സ്വപ്നം പോലെ തോന്നുന്നു. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അവൾ എൻ്റെ ആകാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നു എന്ന്. അവൾ വിവാഹിതയാണ്, ചാരിത്രവതിയാണ്. എന്നിട്ടും അവൾ എൻ്റെ കൈകളെ തട്ടിമാറ്റുന്നില്ല. ഹരി പറഞ്ഞു. അയാളുടെ സന്തോഷം എന്നിലേക്കും പകർന്നു. ഇനി എന്നാൽ താരയെ അമേരിക്കയിലേക്ക് അയക്കേണ്ടതില്ല. രാമൻകുട്ടിയോട് കാര്യങ്ങൾ തുറന്നു പറയുക. നിങ്ങളുടെ മുറപ്പെണ്ണിനെയാണ് അയാൾ അപഹരിച്ചത്. തെറ്റുകാരൻ അയാളാണ്. ഇനി താരയെ വിട്ടുതരില്ല എന്ന് തറപ്പിച്ചു പറയണം. അവളും നിങ്ങളോടുള്ള സ്നേഹത്തെപ്പറ്റി രാമൻകുട്ടിയോട് തുറന്നു പറയട്ടെ, ഞാൻ ഹരിയെ ഉപദേശിച്ചു. താര പറയില്ല. താരയ്ക്ക് നാവ് ഇറങ്ങിപ്പോയിരിക്കുന്നു. അവൾ എന്നോടും ഒന്നും പറയുന്നില്ല. ഞാൻ പറയുന്നത് കേട്ട് ചിരിക്കും, എൻ്റെ ആജ്ഞകൾ അനുസരിക്കും. സ്വന്തമായി യാതൊരു അഭിപ്രായവുമില്ല എന്ന ഭാവത്തിലാണ് അവൾ പെരുമാറുന്നത്. ഹരി പറഞ്ഞു. യന്ത്രപാവകളെ നിർമ്മിക്കുന്ന ഒരു വ്യവസായശാലയിലാണ് രാമൻകുട്ടി ജോലി എടുക്കുന്നത്. അവിടെ നിർമ്മിക്കപ്പെടുന്ന യന്ത്രപാവകൾക്ക് വാതിൽ തുറക്കാനും ടൈപ്പ് ചെയ്യാനും കുപ്പിയിൽ നിന്നും ഗ്ലാസ്സിലേക്ക് വിസ്കി ഒഴിച്ചു കൊടുക്കുവാനും അറിയാം. ആ പാവകളെ അനുകരിക്കുകയാണ് എൻ്റെ താര എന്ന് ഞാൻ സംശയിക്കുന്നു. ഹരി പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നാളെ താരയെ കാണുവാൻ പോകുമ്പോൾ ഞാനും കൂടെ വരാം. ഞാൻ പറഞ്ഞു. നാളെ ഉച്ചനേരത്ത് ഒരു മലയാള സിനിമ കാണുവാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. MTയുടെ സതയം. ഉഷയും ഞങ്ങളുടെ കൂടെ വരണം. ഹരി പറഞ്ഞു. മാറ്റിനി ഷോ കാണുമ്പോൾ താര വളരെ കുറച്ചു മാത്രമേ സംസാരിച്ചുള്ളൂ. തൻ്റെ വെള്ള ലോലാക്കിന്മേൽ തൊട്ടും തടവിയും കൊണ്ട് അവൾ നിശബ്ദയായി ഇരുന്നു. ഹരിയുടെ ഇടത്തേ കരം തൻ്റെ കയ്യിൽ വെച്ച് ലാളിക്കുന്നത് ഞാൻ ആ മങ്ങിയ വെളിച്ചത്തിലും കണ്ടു. താര വിനയാന്വിതയും ആജ്ഞാനുവർത്തിയുമായി കാണപ്പെട്ടു. അവളുടെ നിഷ്കളങ്കത എന്നെ അത്ഭുതപ്പെടുത്തി. ഡോക്ടർ രാമൻകുട്ടി എന്തുകൊണ്ടാണ് സിനിമ കാണുവാൻ വരാത്തത്? ഞാൻ താരയോട് ചോദിച്ചു. ഡോക്ടർ രാമൻകുട്ടി ഒരു പ്രഗത്ഭനായ ശാസ്ത്രജ്ഞനാണ്, താര പറഞ്ഞു. ഞാൻ ആ മറുപടി കേട്ട് പൊട്ടിച്ചിരിച്ചു. ശാസ്ത്രജ്ഞന്മാർക്ക് സിനിമ കാണുവാൻ താല്പര്യമുണ്ടാവില്ലേ? ഞാൻ ചോദിച്ചു. ശാസ്ത്രജ്ഞന്മാർ പരീക്ഷണങ്ങളിൽ ഏർപ്പെടുന്നു, താര പറഞ്ഞു. ഞാൻ വീണ്ടും പൊട്ടിച്ചിരിച്ചു. രാമൻകുട്ടി ഒരു അരസികനാണ്, ഹരി പറഞ്ഞു. അതെയോ? ഡോക്ടർ രാമൻകുട്ടി വെറും ഒരു അരസികനാണോ? ഞാൻ താരയോട് ചോദിച്ചു. ഡോക്ടർ രാമൻകുട്ടി പ്രഗത്ഭനായ ഒരു ശാസ്ത്രജ്ഞനാണ്, താര പറഞ്ഞു. സ്ക്രീനിൽ അർത്ഥരഹിതങ്ങളായ ചില കൊലപാതകങ്ങൾ നടന്നിരുന്നു. താരയ്ക്ക് യാതൊരു ഭാവഭേദവും കണ്ടില്ല. അവൾ തൻ്റെ തല ഹരിയുടെ നെഞ്ചത്ത് ചാരി വെച്ചു. നിശ്ചലയായിരുന്നു. ഹരി അവളെ 2-3 ദിവസങ്ങൾക്കുള്ളിൽ സ്വന്തമാക്കുമെന്ന് ആ നിമിഷത്തിൽ എനിക്ക് തോന്നി. ഒരു മിത്രമെന്ന നിലയ്ക്ക് ഞാൻ അയാളുടെ വിജയത്തിൽ അഭിമാനം കൊണ്ടു. ഞങ്ങൾ 3 പേരും കൂടി സായാഹ്നത്തിൽ മ്യൂസിയം വളപ്പിലോ കടൽക്കരയിലോ നടന്നു. അനവധി സിനിമകൾ കണ്ടു. ഒന്നിച്ച് ഹോട്ടലുകളിൽ ഭക്ഷിച്ചു. എന്നിട്ടും താരയുമായി മാനസികമായി അടുക്കുവാൻ എനിക്ക് എന്തുകൊണ്ടോ കഴിഞ്ഞില്ല. നേരെ മറിച്ച് അവളുടെ രണ്ടാനമ്മയുമായി ഞാൻ ദിവസം ചെല്ലുന്തോറും സുദൃഢമായ ഒരു സുഹൃത്ത് ബന്ധം സ്ഥാപിച്ചു. ഞാനും ആ വിധവയും മുറിയുടെ ഒരു കോണിലിരുന്ന് അന്യോന്യം ഉള്ളു തുറന്ന് സംസാരിക്കുമ്പോൾ ഹരി സംശയദൃഷ്ടികളോടെ എന്നെ നോക്കിക്കൊണ്ടിരുന്നു. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ യാതൊരു സാമ്യവുമില്ല. ദരിദ്ര കുടുംബത്തിൽ പിറന്ന് വിദ്യാഭ്യാസം കൂടി പൂർത്തിയാക്കുവാൻ കഴിയാത്ത ഒരു വൃദ്ധനെ അദ്ദേഹത്തിൻ്റെ ധനം മാത്രം കണ്ടുകൊണ്ട് വിവാഹം ചെയ്ത ആ സ്ത്രീയെ ഉഷ എങ്ങനെ ഒരു മിത്രമായി തിരഞ്ഞെടുത്തു? ഈ സ്നേഹബന്ധത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ഒന്നുകിൽ ഉഷ അഭിനയിക്കുന്നു, അല്ലെങ്കിൽ അമ്മായി. ഹരി കാറിൽ എന്നെ മടക്കിക്കൊണ്ടു പോകുമ്പോൾ ക്ഷുഭിതനായി പറഞ്ഞു. മൈത്രിക്ക് വിദ്യാഭ്യാസം അത്യന്താപേക്ഷിതമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, ഞാൻ നീരസത്തോടെ പറഞ്ഞു. പഠിപ്പ് മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്, സംസ്കാരത്തെ പറ്റിയാണ് ഞാൻ സൂചിപ്പിച്ചത്. അമ്മായിക്ക് ഒരൊറ്റ അക്ഷരം ഇംഗ്ലീഷ് പറയുവാൻ വയ്യ. അതുകൊണ്ട് അവരെ വിരുന്നുകളിൽ പങ്കെടുക്കുവാൻ അമ്മാവൻ ഒരിക്കലും കൊണ്ടുപോയിരുന്നുമില്ല. ഒരിക്കൽ മസ്കറ്റിൽ നടന്ന ഒരു അത്താഴ സൽക്കാരത്തിൽ വെള്ളക്കാരും ചില രാജകുടുംബാംഗങ്ങളും നോക്കി നിൽക്കെ അമ്മായി തൻ്റെ പ്ലേറ്റിൽ ചോറ് വിളമ്പി കൈകൊണ്ട് കുഴച്ച് ഉരുളകളാക്കി ഭക്ഷിച്ചുവെന്ന് അമ്മാവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അമ്മാവന് ചില പെരുമാറ്റച്ചട്ടങ്ങളിൽ നിഷ്കർഷയുണ്ടായിരുന്നു.
ഹരി പറഞ്ഞു. ചോറ് കുഴച്ച് ഉരുളകളാക്കി കഴിക്കുന്നത് വലിയൊരു തെറ്റായി ഞാൻ കണക്കാക്കുന്നില്ല. തിരുവനന്തപുരത്തെ പരിഷ്കാര സമ്പന്നർ വെളുത്ത പഞ്ചസാര പോലെ ശുദ്ധി ചെയ്യപ്പെട്ടവരാണ്. പക്ഷേ പഞ്ചസാര മധുരിക്കുമെങ്കിലും ഭക്ഷിക്കുന്നവൻ്റെ ആരോഗ്യത്തിന് ഹാനികരമാണ്. ഞാൻ പറഞ്ഞു. പരിഷ്കാരത്തിനും പെരുമാറ്റച്ചട്ടങ്ങൾക്കും സാമാന്യ മര്യാദകൾക്കും ഉഷ പ്രാധാന്യം കൽപ്പിക്കുന്നില്ല എന്ന് തെളിഞ്ഞു. അതുകൊണ്ടാവാം താരയെ ബലാത്സംഗം ചെയ്യുവാൻ എന്നെ ഉപദേശിച്ചത്. ഹരി ഒരു കയ്പുള്ള മന്ദഹാസം എനിക്ക് സമ്മാനിച്ചു. എനിക്ക് സഹിക്കുവാൻ കഴിയാത്ത ഒന്നുണ്ട് ഇവിടെ. സുലഭമായ ഒരു വസ്തു, ഹിപ്പോക്രസി. കള്ളം പറഞ്ഞും പ്രചരിപ്പിച്ചും പുഞ്ചിരി തൂകിയും ജനങ്ങൾ മറ്റുള്ളവരെ പാട്ടിലാക്കുന്നു. സത്യത്തിൻ്റെ പ്രാകൃതമായ മുഖത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. താരയുടെ രണ്ടാനമ്മ ഇന്നലെ എന്നോട് തുറന്നു പറഞ്ഞു. അവർക്ക് മരിച്ചുപോയ ഭർത്താവിനോട് ശാരീരികമായ യാതൊരു അഭിനിവേശവും ഉണ്ടായിരുന്നില്ലെന്ന്. അദ്ദേഹം തൻ്റെ കിടക്കയിൽ വന്നെത്തുമ്പോൾ തനിക്ക് ഛർദ്ദിക്കുവാൻ ആഗ്രഹം തോന്നാറുണ്ടെന്ന്. പാവം സ്ത്രീ, അവർ എന്നോട് ചോദിച്ചു. ഭർത്താവിനോട് സ്നേഹം തോന്നാതെ ശയിച്ചപ്പോൾ ജന്മം കൊണ്ട ശിശുവിന് മാനസിക വൈകല്യങ്ങൾ ഉണ്ടാവുമോ എന്ന്. ഞാൻ പറഞ്ഞു, അമ്മാവനെ സ്നേഹിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തിന് അദ്ദേഹത്തിൻ്റെ കൂടെ കഴിഞ്ഞു? അദ്ദേഹത്തിൻ്റെ വസ്തുക്കളും ധനവും മോഹിച്ചോ? ഹരി ശബ്ദമുയർത്തിക്കൊണ്ട് ചോദിച്ചു. ധനം കൊടുക്കുന്ന സുരക്ഷിതത്വത്തിലാണ് മിക്ക സ്ത്രീകളും പാതിവൃത്യം പരിശീലിക്കുന്നത്. ഹരി ഒരു റിയലിസ്റ്റായി തീരണം. ഇല്ലെങ്കിൽ ഒടുവിൽ സത്യം എന്തെന്ന് കണ്ടറിഞ്ഞ് നെഞ്ചു പൊട്ടി മരിക്കും. ഞാൻ പറഞ്ഞു. ഇത്ര ബുദ്ധിയുള്ള ഒരു റിയലിസ്റ്റാണ് ഉഷയെങ്കിൽ ഞാനും താരയും തമ്മിൽ വളർന്നു വരുന്ന ബന്ധത്തെപ്പറ്റി ഒരു വിശദീകരണം നടത്തുക. താര എന്നെ സ്നേഹിച്ചു തുടങ്ങിയോ? അവൾ വീണ്ടും രാമൻകുട്ടിയുടെ കൂടെ അമേരിക്കയിലേക്ക് മടങ്ങുമോ? ഹരി ചോദിച്ചു. നിരത്തിൻ്റെ രണ്ടു വശത്തും സ്ഥിതി ചെയ്ത വിളക്കുകൾ അയാളുടെ നേത്രങ്ങളിൽ പ്രതീക്ഷയുടെ നാളങ്ങൾ പോലെ പ്രതിഫലിക്കുന്നത് ഞാൻ കൗതുകത്തോടെ നോക്കിക്കണ്ടു. താര നിങ്ങളെ സ്നേഹിക്കുന്നില്ല, ഞാൻ പറഞ്ഞു. സ്നേഹിക്കുന്നില്ലെങ്കിൽ ഞാൻ അവളെ ചുംബിക്കുമ്പോൾ പ്രതിഷേധിക്കാത്തത് എന്തുകൊണ്ട്? ഹരിയുടെ ശബ്ദം രോഷം കലർന്ന് ചിലമ്പിച്ചതായി എനിക്ക് തോന്നി. സ്നേഹിക്കുന്ന സ്ത്രീയുടെ വികാരവായ്പൊന്നും താര പ്രകടിപ്പിച്ചിട്ടില്ല. സ്നേഹിക്കുന്ന സ്ത്രീയുടെ മേൽചുണ്ട് വിയർത്തിരിക്കും. അവൾ മുടിയിൽ കൂടി വൃഥാ വിരലോടിച്ചുകൊണ്ടിരിക്കും. അവളുടെ ജാക്കറ്റിൻ്റെ കക്ഷങ്ങൾ നനഞ്ഞിരിക്കും. അവൾ തളർന്നവളെ പോലെ കൂട്ടുവായിടുന്നതും കാണാം. താര വിയർക്കുന്നതേയില്ല. അവളുടെ സ്നേഹപ്രകടനങ്ങൾ വെറും ബാഹ്യപ്രകടനങ്ങളാണ്. ഞാൻ പറഞ്ഞു. ഉഷയ്ക്ക് താരയെ മനസ്സിലാവുന്നില്ല. അവൾ എൻ്റെ കുഞ്ഞിനെ പ്രസവിക്കും. അവൾ എൻ്റെ കൂടെ ഇവിടെ താമസിക്കുകയും ചെയ്യും, ഹരി പറഞ്ഞു. ഞാൻ പൊട്ടിച്ചിരിച്ചു. ഹരിയുടെ കൈകൾ വിറയ്ക്കുന്നുണ്ട്. ഞാൻ കാർ ഡ്രൈവ് ചെയ്യാം, ഞാൻ പറഞ്ഞു. വേണ്ട, എൻ്റെ കൈകൾക്ക് യാതൊരു വിറയലുമില്ല. ഉഷയുടെ ഭാവന കാടുകയറുന്നു. രാമൻകുട്ടിയെ പോലെയുള്ള ഒരു തടിമാടൻ്റെ ഭാര്യയായ അവൾ ജീവിതകാലം മുഴുവനും കഴിയണമെന്നാണോ ഉഷയുടെ ആഗ്രഹം? ഹരി ഉദ്വേഗത്തോടെ ചോദിച്ചു. കാർ എൻ്റെ പടിക്കൽ ചുമച്ചുകൊണ്ട് നിന്നു. ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അകത്തേക്ക് വരുന്നോ? അമ്മ നമുക്ക് നല്ല കാപ്പി ഉണ്ടാക്കി തരും, ഞാൻ പറഞ്ഞു. ഹരി എൻ്റെ നേർക്ക് നോക്കിയില്ല. അയാൾക്ക് മടങ്ങുവാൻ തിടുക്കമുള്ളതായി എനിക്ക് തോന്നി. തടിമാടനായിരിക്കാം, പക്ഷേ രാമൻകുട്ടിയെ പോലുള്ള ഒരു ബുദ്ധിരാക്ഷസനെ ഭർത്താവായി കിട്ടുവാൻ മോഹിക്കാത്ത പെൺകുട്ടികൾ ഉണ്ടാവില്ല, ഞാൻ വിളിച്ചു പറഞ്ഞു. ബുദ്ധി മണ്ണാങ്കട്ട, അയാൾ വെറും ഒരു നപുംസകമാണ്, കാറിൽ നിന്ന് ഹരി പ്രസ്താവിച്ചു. ഞാൻ കുളിച്ചു പുറത്തു കിടന്നപ്പോൾ എൻ്റെ അമ്മ ചോദിച്ചു, ഹരി എന്തേ വേഗത്തിൽ മടങ്ങിയത്? അമ്മയ്ക്ക് ഹരിയുമായി സംസാരിക്കുവാൻ അതീവ താല്പര്യമുണ്ടായിരുന്നു. തൻ്റെ വരാൻ പോകുന്ന ജാമാതാവായി മാത്രമേ അവർ ആ യുവാവിനെ കണ്ടിരുന്നുള്ളൂ. അമ്മ മനക്കോട്ടകൾ കെട്ടണ്ട, അയാൾ വീണ്ടും തൻ്റെ മുറപ്പെണ്ണുമായി ഒരു പ്രേമബന്ധം തുടങ്ങിയിരിക്കുന്നു, ഞാൻ പറഞ്ഞു. നിന്റെ തെറ്റുകൊണ്ടാണ് അയാൾ അങ്ങനെ പെരുമാറുന്നത്. നിങ്ങൾ രണ്ടുപേരുടെയും സംഭാഷണങ്ങൾ ഞാനും മാറി നിന്ന് കേട്ടിട്ടുണ്ട്. നീ എപ്പോഴും അയാളോട് കലഹിക്കും. ഈ കലഹം കേട്ടുമടുത്തിട്ടാണ് ഹരി നിന്നെ ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചത്, അമ്മ പറഞ്ഞു. ഞാൻ പൊട്ടിച്ചിരിച്ചു. എനിക്ക് ഹരിയോട് പ്രേമമൊന്നുമില്ല. അയാളുടെ ഭാര്യയാവാൻ ആഗ്രഹവുമില്ല, ഞാൻ പിറുപിറുത്തു. ആഗ്രഹമില്ലെങ്കിൽ നീ അയാളുടെ കൂടെ കാറിൽ യാത്ര ചെയ്യുന്നത് എന്തിനാണ്? അമ്മ ചോദിച്ചു. എനിക്ക് സ്വന്തമായി ഒരു കാറില്ലാത്തതുകൊണ്ട്, ഞാൻ പറഞ്ഞു. പിറ്റേ ദിവസം ഞാനും ഹരിയും താരയും രാമൻകുട്ടിയും കോവളത്ത് അശോക ഹോട്ടലിൽ 1 മണിക്കൂർ നീന്തി. താരയുടെ ചലനങ്ങൾക്ക് വശ്യമായൊരു താളമുണ്ടായിരുന്നു. അവൾ വെള്ളത്തിൽ മലർന്നു കിടന്ന് നീണ്ട ഇമകളുള്ള മിഴികൾ ആകാശത്തേക്ക് ഉയർത്തിയപ്പോൾ
ഹോട്ടലിലെ മറ്റു അതിഥികൾ നിസ്സങ്കോചം അവളുടെ മനോഹാരിത നോക്കി ആസ്വദിച്ചു. ഇടയ്ക്ക് വായിലെ വെള്ളം തുപ്പിക്കൊണ്ട് രാമൻകുട്ടി എന്നോട് പറഞ്ഞു, ഈ ജീവിതകാലത്തെ സ്മരണകളും അറിവുകളും മാത്രമല്ല മനുഷ്യൻ്റെ തലച്ചോറിൽ എൻകോഡ് ചെയ്ത് സംഭരിച്ചിരിക്കുന്നത്. മൃഗം മനുഷ്യനായി രൂപാന്തരപ്പെടുന്നതിന് മുമ്പ് പഠിച്ച പാഠങ്ങളും ആ തലച്ചോർ എന്ന കമ്പ്യൂട്ടറിൽ കാണും. പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുവാൻ വേണ്ട പാഠങ്ങൾ, ലക്ഷക്കണക്കിൽ മഹാപാഠങ്ങൾ മനുഷ്യൻ്റെ തലച്ചോറിൽ നിന്ന് ഒരു കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ചെയ്ത് ഒരു പരീക്ഷണം നടത്തിയാൽ നമുക്ക് അനശ്വരനായ ഒരു മനുഷ്യനെ ഉണ്ടാക്കാം. മനുഷ്യനിർമ്മിതമായ ഗ്രഹങ്ങളെ പോലെ തന്നെ ആ വഴിയെ ചിന്തിക്കുമ്പോൾ ശാസ്ത്രത്തിൻ്റെ അനന്തത നമുക്ക് മനസ്സിലാവും. രാമൻകുട്ടിയുടെ കണ്ണുകൾ ചുവന്നിരുന്നു. ഇനി നീന്തിയത് പോരെ, നമുക്ക് കയറി ഭക്ഷണം കഴിക്കാം, ഞാൻ പറഞ്ഞു. ഇപ്പോഴും താരയും ഹരിയും അന്യോന്യം നോക്കിക്കൊണ്ട് ആ നീലവെള്ളത്തിൽ പകുതിയും മുങ്ങിക്കിടന്നു. ഇവർ നീർനായ്ക്കളെ പോലെ ആയിരിക്കുന്നു, അവരെ നോക്കി രാമൻകുട്ടി പ്രസ്താവിച്ചു. ഞങ്ങൾ വസ്ത്രധാരണം ചെയ്ത് ഭക്ഷണമുറിയിൽ വന്നപ്പോഴും താരയെയോ ഹരിയെയോ ഞങ്ങൾ അവിടെ കണ്ടില്ല. താരയെ ഞാൻ അന്വേഷിക്കണോ, ഞാൻ രാമൻകുട്ടിയോട് ചോദിച്ചു. അയാൾ തലയാട്ടി. അവൾ കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ, കൂടെ ഹരിയെ പോലെ ഒരു രക്ഷിതാവുമുണ്ട്. വരൂ ഉഷ, നമുക്ക് ഭക്ഷണം ഓർഡർ ചെയ്യാം, രാമൻകുട്ടി പറഞ്ഞു. ഒട്ടും ശങ്കിക്കാത്ത ആ പ്രകൃതം എന്നെ ആകർഷിച്ചു. അയാളുടെ വൈരൂപ്യം മെല്ലെ മെല്ലെ പുരുഷ സൗഭഗമായി രൂപാന്തരപ്പെടുന്നത് എനിക്ക് അനുഭവപ്പെട്ടു. രാമൻകുട്ടി തൻ്റെ ഉദ്യോഗസ്ഥലത്ത് കഴിഞ്ഞ 5 വർഷങ്ങളായി നടത്തിയ ശാസ്ത്രീയ പരീക്ഷണങ്ങളുടെ വിവരണങ്ങൾ എന്നെ വാസ്തവത്തിൽ അന്താളിപ്പിച്ചു. ബുദ്ധിശാലികൾക്കു വേണ്ടി അമേരിക്കയിൽ പല വാതിലുകളും തുറക്കും. ഞാൻ ഭാഗ്യവാനാണ്, രാമൻകുട്ടി പറഞ്ഞു. ഭക്ഷണം കഴിച്ചിട്ടും താരയും ഹരിയും അവിടെ പ്രത്യക്ഷപ്പെട്ടില്ല. അവർ വീണ്ടും ഒരു മാറ്റിനി ഷോവിന് പോയിരിക്കും. താര പറഞ്ഞിരുന്നു അവൾക്ക് ഏതോ ഒരു മലയാള ചലച്ചിത്രം ഇന്നു കാണണമെന്ന്. രാമൻകുട്ടി പറഞ്ഞു. എനിക്ക് അയാളുടെ കണ്ണുകളിൽ നോക്കുവാൻ മനസ്സ് വന്നില്ല. താര അയാളെ വഞ്ചിച്ച് ഹരിയുടെ കാമുകി ആയിരിക്കുകയാണെന്ന് എനിക്ക് ഊഹിക്കാൻ കഴിഞ്ഞു. രാമൻകുട്ടിയെപ്പോലൊരു ബുദ്ധിമാന ഭർത്താവായി ലഭിച്ചിട്ടും ഹരിയെപ്പോലെ ഒരു ദുർബലൻ്റെ ശയ്യ പങ്കിടുന്ന ആ പെൺകുട്ടിയോട് എനിക്ക് കലശലായ വെറുപ്പ് തോന്നി. എന്നാൽ നമുക്ക് മടങ്ങാം. ഹരി കാർ എടുത്തിരിക്കും. ഒരു ടാക്സിയിൽ ഞാൻ ഉഷയെ വീട്ടിലെത്തിക്കാം. ഉഷയുടെ അമ്മയെ പരിചയപ്പെടുവാൻ ഞാൻ എന്നേ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു, രാമൻകുട്ടി പറഞ്ഞു. എൻ്റെ വീട്ടിൽ ഒരു കപ്പ് ചായ കുടിക്കുവാൻ വേണ്ട നേരം മാത്രമേ രാമൻകുട്ടി ചെലവഴിച്ചുള്ളൂ. അയാൾ പോയിക്കഴിഞ്ഞപ്പോൾ ഞാൻ കട്ടിലിൽ ക്ഷീണിതയായി മലർന്നു കിടന്നു. പെട്ടെന്നാണ് ഹരി എൻ്റെ മുന്നിൽ പ്രവേശിച്ചത്. അയാൾ വിയർത്തും ചുവന്നും കാണപ്പെട്ടു. അയാൾ നിലത്ത് ഏതോ വികാരാവശത്തോടെ കുഴഞ്ഞു വീണു. അവളുടെ മുലകൾക്കിടയിൽ ലോഹം കൊണ്ട് നിർമ്മിച്ച ഒരു സിപ്പ് ഉണ്ട്. അത് കീഴോട്ട് വലിച്ചാൽ ആ വയറ്റിൽ നാഴികമണിയുടെ അകത്തു കാണാറുള്ള ചക്രങ്ങളും ചെറുയന്ത്രങ്ങളും ഞാൻ കണ്ടു. അവളുടെ ലോലാക്കിൻ്റെ ചുവന്ന കല്ല് ഒരു കത്തുന്ന ബൾബായി അവളിൽ നിന്ന് ബീപ്പ് ബീപ്പ് എന്ന ഒരു ശബ്ദം കേൾക്കായി. അവൾ താരയല്ല, എൻ്റെ താരയല്ല, ഈ യന്ത്രപ്പാവ, അയാൾ കിതച്ചുകൊണ്ട് പുലമ്പി. അന്ന് ഞാൻ ആദ്യമായി ഹരിയെ എൻ്റെ കരവലയത്തിൽ വാത്സല്യത്തോടെ ഒതുക്കി. എൻ്റെ ഹൃദയവും നാഴികമണി പോലെ ദ്രുതഗതിയിൽ മിടിച്ചു തുടങ്ങി.